ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലു സ്ട്രീം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ നൈറ്റ് നമ്മൾ വാർത്ത കാണുന്നതിനിടയിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ളൊരു കാര്യം വാർത്തയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഓൺലൈൻ വായ്പാ തട്ടിപ്പ് അല്ലെങ്കിൽ ലോൺ ഫ്രോഡിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത എന്നല്ല, അനേകായിരം ആൾക്കാർ ഇപ്പോൾ ഈ ഒരു കേസിനെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ വാർത്തയിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ അതിനെ പറ്റിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ. അതായത് ഈ ലോൺ ഫ്രോഡിൻ്റെ കെണിയിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനകരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ആ ഒരു ടൈമിൽ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നാലെ വരുന്നതെന്നൊന്നും എനിക്കത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ആദ്യം മുതൽ അത് അവസാനിക്കുന്ന വരെയുള്ള എല്ലാ പ്രശ്നത്തിലൂടെയും കടന്നുപോയൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരും കൂടെ അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ച് ലാഗാക്കുന്നില്ല. എനിക്ക് കുറച്ചേറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലോൺ ഫ്രോഡ് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് നാളുകൾ എന്നല്ല, ഏകദേശം ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രശ്നത്തെപ്പറ്റി ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഈ ലോൺ ഫ്രോഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു ലോൺ ഫ്രോഡ് എന്നുള്ളൊരു ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ലോൺ ഫ്രോഡ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് തന്ത്രവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ. പക്ഷേ ഇന്ന് സങ്കടകരമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഈ ലോൺ ഫ്രോഡ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ മലയാളികൾ ഇപ്പോൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ വാർത്തയിൽ പുതിയ റിപ്പോർട്ട്. അപ്പോൾ ഈ ലോൺ ഫ്രോഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് നമ്മുടെ ഓൺലൈൻ വായ്പകൾ ഇന്ന് നമ്മുടെ ഇപ്പോൾ പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് സ്റ്റോറിലാണെങ്കിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും കിട്ടുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഓൺലൈൻ ലോണുകൾ, വായ്പകൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വിശ്വസ്തയോടുകൂടി ചില ആപ്പുകൾ, ഇപ്പോൾ ക്രെഡിറ്റ് ബി, ട്രൂ ബാലൻസ് ഒക്കെ പോലെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവാം. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രോഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫ്രോഡ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വായ്പ എടുക്കണമെന്നല്ല പറഞ്ഞത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ പിടിച്ച് ഞെക്കുമ്പോഴോ, അതായത് നമ്മുടെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം. നമ്മളതിലൊക്കെ പിടിച്ച് ഞെക്കുന്ന ഒരു ക്ലിക്കിൽ തന്നെ നമ്മുടെ ലൈഫ് തന്നെ മാറിപ്പോവാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് പ്രശ്നമാണ് എനിക്ക് പറ്റിയിട്ടുള്ളതെന്ന് ഈ നിമിഷം വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. പൊതുവേ ഞാൻ ഓൺലൈൻ ആയിട്ട് ലോണ് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം അത്ര ഇൻട്രസ്റ്റ് ഉള്ളതോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഒരിക്കൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ക്രെഡിറ്റ് ബിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നീട് അങ്ങനെ എടുക്കേണ്ട ഒരു അവസ്ഥയും വന്നിട്ടില്ല. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം രാവിലെ എൻ്റെ കുട്ടിക്ക് 1 വയസ്സൊക്കെ കഴിഞ്ഞു. അവനെ കെയർ ചെയ്ത് ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു ടൈമിലോ ഒരു ദിവസം രാവിലെ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അപ്പം അതൊരു ഹിന്ദിക്കാരനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഫോണിൽ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് വരുള്ളൂ, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ കോളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കട്ട് ചെയ്ത് വിടണം, അങ്ങനെയൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ ഇങ്ങനെ നമ്മുടെ സൈബർ സെല്ലിൻ്റെ ഒക്കെ ഇങ്ങനെ വരാറുണ്ടല്ലോ. അപ്പോൾ അതോർത്തിട്ട് ഞാൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തങ്ങ് വിട്ടു. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് എൻ്റെ വാട്സപ്പിലോട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. അതായത് ഒരു ക്യു ആർ കോഡാണ്. ഒരു ക്യു ആർ കോഡ് ഒരാളുടെ പേരും വെച്ചിട്ട് ഒരു ഹിന്ദി നെയിമാണ്. ഹിന്ദിക്കാർക്കൊക്കെ അവിടുത്തെയാണ്, എന്തോ സിംഗോ അങ്ങനെ എന്തൊക്കെ കൂട്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് എത്ര രൂപയാണ് വരുന്നത്, 3000 രൂപയാണ് എനിക്ക് ആദ്യം വരുന്നത്. 3000 രൂപ പെട്ടെന്ന് തന്നെ പേ ചെയ്യണം. നമ്മളിവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ലോൺ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ 3000 രൂപ പെട്ടെന്ന് ഈ പറയുന്ന നമ്പറിലേക്ക് ക്യു ആർ കോഡിലേക്ക് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ മറുപടി പറയും, നമ്മൾ ലോൺ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇനി ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് എന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരതിന് റിപ്ലൈ ഒന്നും തരുന്നില്ല. അതായത് ഇവരുടെ കയ്യിൽ നമ്മൾ ലോൺ എടുത്തെന്നുള്ളതിന് തെളിവും കാര്യങ്ങളൊന്നും ഇല്ല.
ഇവരടുത്തത് വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്. ഈ സെയിം ഡയലോഗ് തന്നെ, എത്രയും പെട്ടെന്ന് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചു ഓക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമ്മൾ ലോൺ എടുത്തോ, നമുക്കിപ്പോൾ 3000 രൂപ വെറുതെ ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചിന്തിച്ചത്. ഞാൻ കൂളായിട്ടിരുന്നു. അപ്പോൾ ഇവർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പിന്നെ മെസ്സേജിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അടുത്ത നിമിഷം ഞാൻ ആ നമ്പർ ബ്ലോക്കാക്കി. നമുക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്പർ ബ്ലോക്കാക്കി. ഞാൻ നമ്പർ ബ്ലോക്കാക്കി ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അടുത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു. ആ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൾഗറായിട്ടുള്ള, അതായത് എൻ്റെ ഫേസ് വെട്ടി ഒട്ടിച്ചിട്ട് വേറെ ആരുടെയും ഒരു ശരീരത്ത് വെട്ടി ഒട്ടിച്ചിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ എൻ്റെ കോൺടാക്റ്റിലുള്ളവർക്ക് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മളെപ്പറ്റിയുള്ള ഡീറ്റെയിൽ, അതായത് വൾഗറായിട്ടുള്ള മെസ്സേജ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു പറയുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഈ ഫോട്ടോ ഇങ്ങനെ കാണുന്ന ടൈമിൽ ഇവരുടെ അടുത്ത് നിന്ന് ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ, ആദ്യം ഈ സംഭവം നടക്കുന്ന ടൈമിൽ എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ ആരും എൻ്റെ അടുത്തില്ല. പെട്ടെന്ന് ഞാൻ എന്താ പറയുക, നമ്മുടെ കൺട്രോൾ വിട്ടു പോകാമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് ഞാൻ ആദ്യം പോയത്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വെട്ടിയിട്ടിച്ചിട്ട് ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ ഇത് നമ്മുടെ കോൺടാക്റ്റിലുള്ളവർക്ക് അയച്ചു കൊടുക്കുമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആദ്യം കരഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഞാൻ ആദ്യം കരഞ്ഞു കഴിഞ്ഞിട്ട് ആ ടൈമിൽ ഇവരെനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെൻ്റെ കോൺടാക്റ്റിലുള്ള ആദ്യം നമ്മുടെ കോൺടാക്റ്റ് ആരുടെ പേര്, നമ്മൾ എയിലല്ലേ തുടങ്ങുന്നത്, അപ്പോൾ ആ എയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് ഇയാളത് അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരികയാണ്. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ടോട്ടലി തീർന്നു. ഉള്ള കാര്യം പറയാലോ, നമ്മളങ്ങ് മരിച്ചാൽ മതി എന്നുള്ള രീതിയായി. കാരണം വെച്ചാൽ നമ്മുടെ കോൺടാക്റ്റിൽ നമ്മുടെ പേരൻസ് ഉണ്ടാവും, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഫുള്ളേ ഞാൻ തീർന്നു. അന്നേരേ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ ആദ്യം കരഞ്ഞെൻ്റെ ഹസ്ബൻഡിനാണ് വിളിച്ചിട്ട് ആളുടെ അടുത്തേക്ക് പറഞ്ഞു. ആളപ്പനോട് പറഞ്ഞു, നീ ആദ്യം ഓക്കെ ആയിട്ടിരിക്കും, അവർ കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല, നീ ടെൻഷൻ ആവാതെ, നീ കരയാതെ. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടാണ് ആളെ വിളിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു, നീ കരയാതെ, നീ ആദ്യം കരച്ചിൽ നിർത്ത്, നീ ഓക്കെ ആയിട്ടിരിക്കും, നീ ബോൾഡായിട്ട് നിൽക്കി. പക്ഷേ എനിക്ക് ആ ടൈമിൽ ബോൾഡായിട്ട് നിൽക്കാനോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ഓവറായിട്ട് കരഞ്ഞ്, കാരണം വെച്ചാൽ എൻ്റെ ഫോട്ടോ ഇങ്ങനെ ഇവരയച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അത് ആകെപ്പാടെ ബഹളമായി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ഈ പ്രശ്നം തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതി ഞാൻ ഇവർ പറഞ്ഞ QR കോഡിലോട്ട് 3000 രൂപ അവർക്ക് അയച്ചു കൊടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ ഫാൾട്ടാണ് കേട്ടോ, ഞാൻ അന്ന് ആ പൈസ അയച്ചു കൊടുത്തത്. പക്ഷേ അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അതാണ് ചെയ്തു പോയത്. പിന്നെ അത് അയച്ചു കൊടുത്തു എനിക്ക് അന്നത്തെ ദിവസം പ്രശ്നമൊന്നുമില്ല. ഞാൻ ഓർത്ത് ദൈവമേ അത് തീർന്നല്ലോ, സമാധാനം. പിറ്റേ ദിവസവും രാവിലെ ഇതുപോലെ തന്നെ വേറെ ഏതോ ഒരു നമ്പറിൽ നിന്ന് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ട് ഇവർ പറഞ്ഞു നമ്മളവിടെ പൈസ അയക്കാനുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ട്രാപ്പാണ്. നമ്മൾ കൊടുക്കും തോറും ഇവരിങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കത്തുള്ളൂ. ഇതുപോലെ കുറേ നേരം ഇരുന്ന് കരഞ്ഞു, കൊച്ചിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ടോട്ടലി തകർന്നു. പിന്നെ ഇതുപോലെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, നീ കൂളായിട്ടിരിക്കണം, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. ഇതൊക്കെയാണ്, അതായത് പുള്ളി എനിക്ക് പറഞ്ഞു തന്ന കാര്യം. ലോൺ ഫ്രോഡ് എന്ന് പറയുന്ന പ്രശ്നം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നീ ഓർക്കുന്നുണ്ട്, ഒരു ഫാമിലി ആത്മഹത്യയൊക്കെ ചെയ്തു. അതൊക്കെ ഈ ഒരു വിഷയമാണ്. നീ ബോൾഡായിട്ട് നിന്ന് തീരുമാനം എടുക്കണം. കാരണം വെച്ചാൽ ആൾ എൻ്റെ കൂടുതലില്ല, ആൾ നാട്ടിലാണുള്ളത്, ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഒരുപാട് ദൂരെയാണ്. ആൾക്കിപ്പോൾ ഓടി എൻ്റെ അടുത്ത് വരാനോ അല്ലെങ്കിൽ എൻ്റെ കൂടുതൽ നിന്ന് പ്രശ്നം സോൾവ് ആക്കാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാപ്പകലില്ലാതെ കരഞ്ഞും നിലവിളിച്ചും സങ്കടപ്പെട്ടും ഒന്നും കഴിക്കാതെയും. കാരണം വെച്ചാൽ മാനസികമായിട്ട് നമുക്കിപ്പോൾ വേറൊന്നും പ്രശ്നമില്ല, നമ്മുടെ ഈ ഫോട്ടോസ് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നതും അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായത്. പിന്നെ വിചാരിച്ചു ദൈവത്തിൽ, എന്താ പറയുക, ദൈവത്തിൽ എനിക്ക് നല്ല വിശ്വാസമാണ്. ആ സമയത്ത് ഞാൻ മറ്റേ കൃപാസനത്തിലൊക്കെ പോയി ഉടമ്പടിയൊക്കെ എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ രണ്ടും കൽപ്പിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ട്, നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് നമുക്കുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞ് എൻ്റെ മുമ്പിൽ ആദ്യം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് എൻ്റെ ഒരു വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതുപോലെ നമ്മുടെ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ
ആ ചേച്ചിയുടെ ഹസ്ബൻഡിനോട് സംസാരിക്കാതെ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. ചേച്ചി നമ്മളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് തന്നെ അതിലും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. ആൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഈ സെയിം ഇഷ്യൂ ചേച്ചിക്കുണ്ട്. പക്ഷെ ചേച്ചിക്ക് ഇങ്ങനെ ലോൺ എടുത്തെന്ന് പറഞ്ഞിട്ടല്ല, വേറെ എന്തോ ഒരു കാര്യം, ചേച്ചി എന്തോ ഓർഡർ ചെയ്തെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഈ സെയിം പാറ്റേണിൽ ഇതുപോലെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ വിട്ടുപിടിച്ച്. അപ്പം ഓൾറെഡി ഈ ചേച്ചിയുടെ കാര്യം ഹസ്ബൻഡ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഞാനുണ്ട്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടാണോ എനിക്ക് കോൾ വന്നേ എന്നൊരു ഡൗട്ട് അവർക്കുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു കൊടുത്തു. പിന്നെ ചേച്ചി എനിക്ക് കുറച്ചും കൂടെ മോട്ടിവേഷൻ പറഞ്ഞു തന്നു. അതായത് നമുക്ക് ഈ നമ്പർ ഒരിക്കലും ട്രേസ് ചെയ്ത് പിടിക്കാൻ സാധ്യമല്ല. അതായത് നമ്മൾ ഇതുവരെ നെറ്റ് കോളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ ട്രേസ് ചെയ്ത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് അങ്ങനെ ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നീ നിന്ന് പോരാടി ജയിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ എനിക്ക് മനസ്സും കൊണ്ട് അത് അംഗീകരിക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ എല്ലാ സൈഡുകളും, കാരണം വെച്ചാൽ നമ്മൾ കരഞ്ഞിരിക്കും തോറും ഇവർ നമുക്ക് സമാധാനം തരുന്നില്ല എന്ന് കണ്ടെടുത്ത് ഞാൻ വിചാരിച്ചു നമുക്ക് പോരാടാം. അവിടെയാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എടുത്ത ഡെസിഷനിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡെസിഷൻ അതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സ്പോട്ടിൽ തന്നെ ആദ്യം എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ എത്ര പേരുണ്ട് അത്രയും പേരെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റാറ്റസ്, അതായത് ഒരു കോമൺ സ്റ്റാറ്റസ് ഇട്ടു. അതായത് എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ മെസ്സേജ് ഇടുന്നത്. എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിലേറ്റഡും ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജോ ഫോട്ടോസോ നിങ്ങളുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരവാദി ആയിരിക്കില്ല എന്നൊരു മെസ്സേജാണ് ഞാൻ ഇടുന്നത്. പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കണ്ട ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്തു. അതായത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, എന്താണ് അഞ്ചു പറ്റിയതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഈ ലോൺ ഫ്രോഡുകാരുടെ ഇഷ്യൂസ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അവരിതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇവർ ഫോട്ടോ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, നിൻ്റെ വാട്സപ്പിൽ നിനക്ക് എന്തെങ്കിലും തരം ഫോട്ടോ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു, എടി എനിക്ക് ഇന്നപോലെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്കത് നിൻ്റെ അടുത്ത് ചോദിക്കാൻ മടിയായിട്ട്, എൻ്റെ ഒരു ആൺസുഹൃത്തിനാണ് അത് ആദ്യം പോകുന്നത്. അപ്പോൾ നിൻ്റെ അടുത്ത് ചോദിക്കാൻ മടിയായിട്ടാണ്. പക്ഷേ ആദ്യം തന്നെ ഞാൻ പറയാടി, അത് കണ്ടു കഴിഞ്ഞാൽ എഡിറ്റിംഗ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ എന്നാലും ഇതെന്താ സംഭവം? അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാറ്റസ് ഇട്ടു, ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ സപ്പോർട്ടും എനിക്കുണ്ടായി. അവർ പറഞ്ഞു, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും വിട്ട് കൊടുക്കരുത്, ഇനി പൈസ ഇട്ട് കൊടുക്കരുത്. നീ ഇട്ട് കൊടുത്താൽ നീ അത് വീണ്ടും കൂടുതൽ ട്രാപ്പിലേക്കായിരിക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് കിട്ടി. അപ്പം എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പായി. ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, അതുപോലെ തന്നെ എൻ്റെ കോൺടാക്റ്റിലുള്ള എൻ്റെ ബന്ധുക്കാരുടെ എല്ലാവരുടെ അടുത്തും വിളിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ കൂടിയും അവരത് പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ മെസ്സേജാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ അവരുടെ അടുത്ത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം എന്താ പറയുക, എൻ്റെ ഒരു റിലേഷൻഷിപ്പ് സർക്കിളിലുള്ളതിൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ അങ്ങനത്തെ ഒരു ഫോട്ടോ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് അത് കണ്ടു. ആൻറ്റി എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ചു ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആൻറ്റി അത് പെട്ടെന്ന് തന്നെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ ഒരു പ്രശ്നങ്ങൾ അതുവഴി തന്നെ പോയി. പിന്നെ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ പഠിച്ചു. അതായത് നമ്മുടെ യൂട്യൂബിൽ കയറി ലോൺ ഫ്രോഡിൻ്റെ ഇഷ്യൂസിനെ പറ്റി ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ആൾക്കാർക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആ ഒരു ടൈം, കാരണം വെച്ചാൽ ഞാൻ ഇത് ചെയ്യുന്ന ടൈമിലൊക്കെ എനിക്ക് ഇവരുടെ പ്രശ്നങ്ങൾ എൻ്റെ തലയുടെ മുകളിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അതായത് അതുവഴി പോകട്ടെ, ഏത് ലിമിറ്റ് വിട്ട് അവർ പോകുമോ അത്രയും പൊക്കോട്ടെ എന്ന് തന്നെ ഞാൻ കരുതി. അപ്പോൾ ഇവർ ഈ ഒരു സൈഡിൽ കൂടെ, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ യൂട്യൂബിൽ ആൾക്കാർക്കുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസൊക്കെ പറയുന്നത് ഞാൻ വ്യക്തമായിട്ടും ആ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു. എല്ലാം കണ്ടതിന് ശേഷം ലോൺ ഫ്രോഡുകാർക്ക് അങ്ങോട്ട് പണി കൊടുത്ത മഹാന്മാരുള്ള നാടാണ് നമ്മുടെ മലയാളികൾ. അത്ര ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനു പേടിക്കണം, എനിക്കും തിരിച്ച് പണി കൊടുത്തുകൂടെ എന്ന് ഞാനും ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ നിന്ന് പോരാടാൻ തീരുമാനിച്ച് പിന്നെ ഇവരുടെ നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടു, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ അവരെ, അതായത് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം ആർജിച്ചെടുത്തു. പിന്നീട് ഇവർ ഇതുപോലെ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം ഞാൻ ബ്ലോക്ക് ചെയ്യാൻ നിന്നില്ല. ഞാൻ ഇവർക്ക് റിപ്ലൈ കൊടുത്തു. അതായത് ഇവർ പറഞ്ഞു, ആദ്യം 3000 പറഞ്ഞു, പിന്നെ 10000 പറയുന്നു, പിന്നെ 15000 പറയുന്നു, പിന്നെ 5000 പറയുന്നു. ഇവരിങ്ങനെ എമൗണ്ട് മാറ്റി കളിക്കുന്നു.
അപ്പോൾ ഇവർ പറഞ്ഞു, ഇവർ ഹലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും, ഈ ഡീറ്റെയിൽ ഒക്കെ അയക്കും. അപ്പോൾ ഞാൻ തിരിച്ച് കോമൺ ആയിട്ട് ഹലോ എന്ന് തന്നെ റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത മെസ്സേജ് ഇന്നതാണ്, അതായത് നമ്മൾ ഇത്ര രൂപ അടയ്ക്കാനുണ്ട്, ഇന്ന QR കോഡിൽ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒറ്റയടിക്ക് മെസ്സേജ് അറിയാം, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതാണ് അടുത്ത മെസ്സേജ് ഞാൻ ചെയ്തത്. അപ്പം അവരതിൻ്റെ അകത്ത് നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുക, അത് നമ്മളവരെ പ്രൊവോക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അവരതുകൊണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ അവർ മാക്സിമം നമ്മളെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കാവോ അത്ര അവർ ബുദ്ധിമുട്ടിക്കും. അപ്പം ഇവരടുത്ത പറയും, നിൻ്റെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഞാൻ നിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് നിന്നിട്ട് പറയുക, അയച്ചു കൊടുത്തോളൂ, ധൈര്യമായിട്ട് പറയുക. അതായത് അതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു കോംപ്രമൈസോ ഒന്നിനും നിൽക്കാതെ അതും നമ്മൾ സമ്മതിച്ചു കൊടുക്കുക, പെട്ടെന്ന് അയക്കാൻ പറയാം. നമ്മളങ്ങനെ പെട്ടെന്ന് അയക്കാൻ പറഞ്ഞപ്പം എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്, ഞാൻ എപ്പോൾ പെട്ടെന്ന് അയക്കാൻ പറഞ്ഞോ അതിനുശേഷം അവർ വേറെ ആർക്കും ഫോട്ടോ അയച്ചു കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ ഇപ്പം നമ്മുടെ ഫോട്ടോ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആദ്യം പതറുക. അവിടെ നമ്മൾ പതറുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു വഴിക്ക് മുന്നോട്ട് പോകത്തില്ല. പിന്നെ ഇവർ അടുത്തത് ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വൾഗറായിട്ടുള്ള മെസ്സേജ് മറ്റുള്ളവരുടെ ഫോണിലേക്ക് ടൈപ്പ് ചെയ്ത് അയക്കും. അതായത് നമുക്ക് അതിന് താല്പര്യമുണ്ട്, ഇതിന് താല്പര്യമുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരയക്കും. അപ്പോൾ നമ്മൾ അതിനും റിപ്ലൈ കൊടുക്കാതിരിക്കുമ്പോൾ അവർ ആ ഒരു ഇതിൽ നിന്നും പതിയെ മാറും. പക്ഷേ പതിയെ മാറും എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇപ്പോഴേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവർ തരുന്ന കാര്യങ്ങളിൽ ഇവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ നമ്മളും ഇരിക്കണം. അപ്പോൾ അത് ഇപ്പം ഇന്ന് നമ്മൾ ചെയ്താൽ നാളെ നിൽക്കും എന്നല്ല പറയുന്നത്, ചിലപ്പോൾ ഒരു 2-3 ദിവസം കഴിയും ഇതൊക്കെ നിൽക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കോൾ വരും. ഇവരുടെ കോളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ട്. അതായത് ഒരുപാട് പെൺകുട്ടികളും ഈ ഒരു ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഈ ഒരു പ്രോസസ്സിങ്ങിൽ ഉണ്ട്. അപ്പോൾ അതും ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടുക. അതിനുശേഷവും ഇവരുടെ ശല്യം കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു, ഇവർ ഫോട്ടോ അയക്കലൊക്കെ നിർത്തി. ഞാൻ പിന്നെ എൻ്റെ കോൺടാക്റ്റിലുള്ളവരെ വിളിച്ചു ചോദിച്ചു, ആർക്കെങ്കിലും ഫോൺ അല്ലെങ്കിൽ വന്നിട്ടുണ്ട്, ആർക്കും വന്നിട്ടില്ല, പിന്നെ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അവരുടെ ഭാഗത്തോട്ടുള്ള ശല്യങ്ങൾ കുറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്തവർ അടുത്ത നമ്പറിൽ നിന്ന് ചെയ്യും. അപ്പം നമ്മൾ എത്ര നമ്പർ ഒരു ദിവസം ബ്ലോക്ക് ആക്കുക? അതിനുശേഷം ചെയ്തത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ കണ്ട ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ മുമ്പ് ആദ്യം ചെയ്തത് ലോൺ ഫ്രോഡുകാരുടെ പ്രശ്നം വന്ന ടൈമിൽ തന്നെ ആദ്യമേ വാട്സപ്പിൽ കയറിയിട്ട് നമ്മുടെ വാട്സപ്പിൽ ഉണ്ടായിരുന്ന പ്രൊഫൈൽ ഫോട്ടോയും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ അതെല്ലാം ചെയ്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവർ നമ്മുടെ ഫോണിൻ്റെ ഫുള്ള്, അതായത് നമ്മൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ നമ്മുടെ ഇമെയിൽ ID എന്താണ്, നമ്മുടെ ഇമെയിൽ IDയിൽ വന്ന മെസ്സേജുകൾ എന്താണ്, അപ്പോൾ ഇതൊക്കെ ഇവർ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നീ ഇന്ന ഫോണല്ല യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിൻ്റെ വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ, ഇതൊക്കെ ഇവരിങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ടോട്ടലി എൻ്റെ ഫോൺ ഇപ്പം അവരുടെ കൺട്രോളിലാണ് പോകുന്നത്. ഞാനിപ്പോൾ എന്ത് മെസ്സേജ് അയച്ചാലും എന്ത് കാണിച്ചാലും അത് അവർക്കത് അവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ നിന്നില്ല, വേറെ അധികം ആൾക്കാരുടെ അടുത്തൊന്നും പറയാൻ നിന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ ചെയ്തത്, വേറൊരാൾ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇട്ട ഒരാളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കി തന്നെ ചെയ്തതാണ്. ഞാൻ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ മാറ്റിയിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ സൈബർ സെല്ലിൻ്റെ, അതായത് നമ്മുടെ ക്രോമിൽ കയറിയിട്ട് തന്നെ സൈബർ സെല്ല് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ എംബ്ലമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പിന്നീട് ഭാവിയിലോട്ടൊരു പ്രശ്നം വരാത്ത രീതിയിൽ കൂടെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് കേരള പോലീസിൻ്റെ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ളൊരു ഇതിലാണെങ്കിലും നമ്മൾ അവരുടെ ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അവരുടെ അനുവാദം ഇല്ലാതെ ഉപയോഗിക്കാനൊന്നും പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ, അതായത് സൈബർ സെല്ലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടു. നമ്മുടെ എബോട്ടിൽ, അതായത് നമ്മുടെ വാട്സപ്പിൻ്റെ ബയോയിൽ നമ്മുടെ പേര് കിടന്നതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കേരള റിലേറ്റഡ് ആയിട്ടുള്ളൊരു സൈബർ സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുത്തു. അതിനുശേഷം അടുത്തതായിട്ട് ഞാൻ ചെയ്ത കാര്യം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പം നമ്മുടെ ഫോണിലേക്ക് ആദ്യമായിട്ടൊരു മെസ്സേജ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതായത് നമ്മളില്ലെങ്കിൽ കൂടിയും നമ്മുടെ അതായത് നമ്മൾ ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്കിപ്പോൾ ഒരാൾ ഹായ് എന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെൽക്കം മെസ്സേജ് പോലെ നമുക്ക് തിരിച്ച് ഓട്ടോമാറ്റിക്കലി അവർക്ക് പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട്
നമ്മൾ വെൽക്കം മെസ്സേജ് ആയിട്ട് കിടക്കുന്ന മെസ്സേജ് ഡിലീറ്റ് ആക്കിക്കൊണ്ട് ഞാൻ സൈബർ സെല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെൽക്കം ടു സൈബർ സെൽ, അപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 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 എന്താ പറയുക, ഒരു ഇത്രയും വലിയൊരു ഒരു എന്താ പറയുക, ഒരു 4-5 വാക്യം അല്ലെങ്കിൽ അത്രയും ഒരു പാരഗ്രാഫ് പോലെയുള്ളൊരു മെസ്സേജ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിട്ടതിൻ്റെ അകത്ത് വെൽക്കം ടു സൈബർ സെല്ല്. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ട് ഇതാണ്, അതായത് ഇപ്പം നിങ്ങളുടെ ഫോണും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോണും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവരുടെ കൺട്രോളിലാണ് ഉള്ളത്. അപ്പം ഏത് തരത്തിലുള്ള ഹെൽപ്പാണ് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വേണ്ടത്, അങ്ങനെയുള്ളൊരു ടൈപ്പിലെ മെസ്സേജാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടിരുന്നത്. അത്രയും മാത്രം ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഞാൻ ആ ഒരു ഭാഗത്തേക്കേ ചിന്തിച്ചിട്ടില്ല. നമുക്ക് ഇപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരുമ്പം സ്പോട്ടിൽ തന്നെ ഈ ഒരു റിപ്ലൈ മെസ്സേജ് അവർക്ക് ചെല്ലും, അവർ ഒരു മെസ്സേജും കൂടി അയക്കും. അപ്പം നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല എങ്കിൽ ഈ മെസ്സേജ് തന്നെയാണ് റിപ്ലൈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അവർ ഓരോ മെസ്സേജ് അയക്കും തോറും ഞാൻ അവരുടെ ചാറ്റ് ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് വിട്ടു. അപ്പോൾ അവർക്ക് വീണ്ടും മെസ്സേജ് വരുമ്പം ഇതുപോലെ തന്നെ മെസ്സേജുകൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഇവർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തതിൻ്റെ കറക്റ്റ് കൊണ്ടാണോ അതോ എന്തോ കൊണ്ട് ഇവർ പിന്നെ അധികം എനിക്ക് മെസ്സേജ് അയച്ചില്ല. പിന്നെ അത് പതിയെ ഇവർ പറയുന്നിടത്ത് നമ്മൾ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നല്ല പ്യുവറായിട്ടുള്ള ഇംഗ്ലീഷോ കാര്യങ്ങളോ അങ്ങനത്തൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ഇവരോട് എങ്ങനെ പോരാടണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം നല്ല പ്യുവറായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ ഇവർക്ക് റിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു കാര്യം കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആക്കിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അവരുടെ നിരീക്ഷണത്തിലാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രോസസ്സാണ്, പക്ഷെ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുക. പിന്നെ പതിയെ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പതിയെ വേറൊരു ആൾ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമ്മൾ വരുത്തി തീർക്കുക. അതായത് അങ്ങനെ വരുത്തി തീർക്കണം. അങ്ങനെ വരുത്തി തീർത്താലേ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടത്തുള്ളൂ. അതായത് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മരണക്കുഴി തന്നെയാണ് ലോൺ ഫ്രോഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ മെൻറ്റാലിറ്റിയോട് കൂടി നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്, രാപ്പകലില്ലാതെ ഉറക്കമില്ലാതെ കരഞ്ഞ് തീർത്ത ടൈമുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ ശല്യങ്ങളും ഒഴിഞ്ഞതിന് ശേഷവും ഇവരുടെ അവസാനത്തെ അടവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആദ്യത്തെ ആളെ വിളിച്ചിട്ട് ഇവർ പറയും നമ്മൾ അവരോട് പറഞ്ഞു, അതായത് അവർ എവിടെയോ അതായത് നമ്മൾ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്, ആ പൈസ ഈ പറയുന്ന ആളോട് ചോദിച്ചാൽ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ ഏറ്റവും അവസാനത്തെ അടവ് അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞ് അവന് ഒരാളെ വിളിച്ചിട്ടുള്ളൂ, ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാൾക്ക് കൊടുത്ത മറുപടി ഇതാണ്, അതായത് അവർ ഹിന്ദിയിലാണ് സംസാരിക്കുക. അപ്പം ഹിന്ദിയിൽ അത്യാവശ്യം നന്നായിട്ട് ചീത്ത വിളിക്കാൻ അറിയാവുന്ന ഒരാളുടെ കയ്യിൽ കൊണ്ടുപോയി ഫോൺ കൊടുത്തോളുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് കേട്ടു. അവർ വേറൊന്നും അധികം ഒന്നും ചെയ്തില്ല. ഇവർ കോള് പ്രതീക്ഷിച്ചിരുന്നു. ഇവർ ഈ കാര്യങ്ങൾ മുഴുവനും ഇവരുടെ സ്ഥാപനത്തിന് തന്നെ ജോലി ചെയ്യുന്ന, അതായത് ഈ പറയുന്ന പയ്യൻ്റെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഹിന്ദിക്കാരനുമായിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഈ ഹിന്ദിക്കാരൻ അവരിന് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു ഇപ്പോൾ ഇനി കോള് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കൊണ്ട് തരാൻ പറഞ്ഞു. അങ്ങനെ അവസാനത്തെ ഈ ഒരു ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോൺ ഫ്രോഡുകാരെ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു, ഫ്രണ്ട് അത് ഈ പറയുന്ന ഹിന്ദിക്കാരൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇവർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അവരെന്ത് പറയുന്നു അതിനേക്കാളും മോശമായിട്ട് ഇവിടുന്ന് അവർ പറഞ്ഞു. അതിനുശേഷം ഈ നിമിഷം വരെയും ഒരുവിധ പ്രശ്നങ്ങളും എന്നെ അലട്ടിയിട്ടില്ല. ഒരു പക്ഷേ അന്ന് ആൾക്കാർ ആത്മഹത്യ ചെയ്ത പോലെ തന്നെ ഞാനും ആത്മഹത്യ ചെയ്തു പോയേനെ. കാരണം വെച്ചാൽ എൻ്റെ മുന്നിലുണ്ടായിരുന്ന കാര്യങ്ങൾ, ഇപ്പം ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പല കാര്യങ്ങളും കണ്ടാലും കേട്ടാലും അതൊന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരെ വിലയിരുത്തുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇപ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഫോട്ടോ നമ്മുടെ ഒരാളുടെ കയ്യിൽ ചെല്ലുന്നു, അവർ പിന്നെ അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ചിന്താഗതിയിൽ. അപ്പം അതൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാനാണെങ്കിൽ കൂടിയും അന്ന് ആത്മഹത്യനെ പറ്റി പോലും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാന്ന് പോലും ഞാൻ പോലും ചിന്തിച്ചത്. പക്ഷെ അങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് എന്താ പറയുക,
ഒരാളും കൂടെ ഇപ്പോൾ ലോൺ ഫ്രോഡിൻ്റെ ഇഷ്യൂവിൽ ഒരാളും കൂടെ മരിച്ചു എന്നുള്ളത് മാത്രമേ കേൾക്കത്തുള്ളൂ. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ പോലും നമുക്ക് പ്രശ്നമില്ല. അപ്പം ഇവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും, നിങ്ങൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ പ്രോത്സാഹിക്കുന്നിടത്ത് നമ്മൾ മുട്ടുമടക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത്രയും, അതായത് ഇത്രയും ലാഘവത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ ഒരു മാസത്തോളം ഞാൻ അനുഭവിച്ചു വന്ന ബുദ്ധിമുട്ടാണ്. എൻ്റെ വീട്ടുകാരും എൻ്റെ ബുദ്ധിമുട്ട് കണ്ടതാണ്. കരയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ബോൾഡായിട്ട് അവരുടെ അടുത്ത് നിന്നെങ്കിലും ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കരയുന്നുണ്ടായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞാൽ നന്നായിട്ട് ഞാൻ വേദനിച്ചിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഇത് മാത്രമാണ്. നമ്മളിപ്പോൾ ഒരു ഏജൻസിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലോൺ ഫ്രോഡിൻ്റെ അടുത്തുനിന്നോ നമ്മൾ ലോൺ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ ഡേറ്റ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിയമം വെച്ചിട്ട് നമ്മുടെ ഫോൺ നമ്പർ എല്ലാം, നമ്മുടെ ആധാർ കാർഡ് ആയിക്കോട്ടെ, ഇലക്ഷൻ ID, പാൻ കാർഡ്, പാസ്ബുക്ക്, അങ്ങനെ ഇല്ലാത്ത രേഖകളൊന്നുമില്ല. എല്ലാ രേഖകളിലും പിൻ ചെയ്ത് വെച്ചേക്കുക. പിൻ ചെയ്തെന്നല്ല, എല്ലായിട്ടും ലിങ്ക് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ജനന സമയം വരെ തൊട്ട് മരണസമയം വരെ കിട്ടും. തമാശയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. അത്രയും ഡീറ്റെയിലും ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ ട്രാപ്പിൽ പെടുത്താൻ നമ്മൾ പോയി ചാടണമെന്നില്ല. നമ്മുടെ അടുത്തേക്കും ട്രാപ്പ് ഇങ്ങോട്ടും വേണേലും വരാം. അപ്പം ഏത് സമയത്തും ഇങ്ങനെ ഒരു കാര്യം ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുക. പിന്നെ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു കാര്യം വരുമ്പം ഞാനൊന്ന് പതറിപ്പോയ പോലെ പതറിപ്പോവാതിരിക്കുക. ബോൾഡായിട്ട് നിന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ മലയാളിയല്ലേ, ഈ പണ്ടൊക്കെ പറയാമായിരുന്നു ഒരു കവളത്തടിച്ചവൻ അപ്പുറത്തെ കവളോടെ കാണിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരു കവളത്തടിച്ചവൻ്റെ കവളത്ത് തിരിച്ചടിക്കാനുള്ള തൻ്റെയുടെ എല്ലാവർക്കും വേണം. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അതോടുകൂടി പഠിച്ചൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ലൈഫിൽ ഇതിലും വലിയ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ലൈഫിൽ വരാനുണ്ടാവത്തില്ല. അത്രയും പ്രോബ്ലം അവരായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു സഹായകമായിട്ടുണ്ടെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് ഇടുന്നത്. അതായത് പേടിക്കാനെന്നുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് നേരിട്ടാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ഇത്. പിന്നെ കുറേ സഹിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് ഇതിലൊന്നും നമുക്ക് തൃപ്തിയില്ല, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പേടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ സിമ്മ്, ഫോണ്, ഈ 2 കാര്യങ്ങളും ചേഞ്ചും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സമാധാനം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും ഇതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനകരമാകട്ടെ. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല, എൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റും ചതിക്കുഴികൾ പലയിടത്തായിട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ കൂടിയും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല പല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വയ്ക്കുക. 1, പേടിക്കാതിരിക്കുക. 2, അവരെന്ത് പറയുന്നോ അതിനേക്കാളും ബോൾഡായിട്ട് അവരുടെ അടുത്ത് മറുപടി കൊടുക്കുക. അതിലും അവർ ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ, അതായത് ഇവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം സൈബർ സെല്ലോ പോലീസ് സ്റ്റേഷൻ പോലുള്ളവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം കേസ് നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ പറഞ്ഞ് ബോധിപ്പിക്കുക. പിന്നെ അടുത്ത കാര്യങ്ങൾ, ഇങ്ങനെ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരെ എല്ലാവരെയും അറിയിക്കുക. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അറിയിക്കുക. അപ്പോൾ അവരുടെ സപ്പോർട്ട് നമുക്കുണ്ടാവും. ഓർക്കാപ്പുറത്ത് അവർ പെട്ടെന്നൊരു കാര്യം കണ്ട് പേടിക്കുന്നതിലും നല്ലത് നമ്മളിത് നേരത്തെ മുൻകൂട്ടി അവരെ വിളിച്ച് പറയുക. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് പൈസയോ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക. പിന്നെ ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവരടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ, അതായത് നമ്മുടെ കോൺടാക്റ്റ് നമ്പർ, നമ്മുടെ ബയോ എല്ലാം ഒരു സൈബർ സെല്ലോ പോലീസ് റിലേറ്റഡ് ആയിട്ട് മാറ്റുക. ഓട്ടോമാറ്റിക്കലി അവരുടെ ഭാഗത്തു നിന്നൊരു റിപ്ലൈ ചെല്ലുന്നോർത്ത് റിപ്ലൈ ആക്കിയിടുക. അപ്പോൾ ഇതിലെല്ലാം അവർ ഒതുങ്ങിയിട്ടും ശരിയാകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോണും സിമ്മും ചേഞ്ച് ആക്കുക. അതോടുകൂടി ആ പ്രശ്നം തീരുന്നതായിരിക്കും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇതെൻ്റെ അനുഭവമാണ്. അപ്പം ഇത് പ്രയോജനകരമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത് ഓർത്തെടുത്തോളുക. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ബൈ.